ഗായ്സ് ഗുഡ് മോർണിംഗ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നൊരു യാത്രാ മൂഡിലാണ്. എവിടെ നമ്മൾ പോണ വിദ്യ? വർക്കല പോവാണ്. കുറേ നാളത്തെ പ്ലാനിന് ശേഷം നമ്മൾ പോവാണ്. എത്ര വർഷത്തെ പ്ലാനിങ്? 14 വർഷം. അതെ, ഞങ്ങൾ ഇങ്ങനൊരു ട്രിപ്പ് പോയിട്ടില്ല, ഗേൾസ് മാത്രം. അപ്പോൾ നമ്മൾ ഇന്ന് പോവാണ്. മഴയൊക്കെയാണ്, എന്നാലും നമ്മൾ പോവാണ്, എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ്, തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലാണ്. 6:50 ട്രെയിന്, കുറച്ച് ഡിലേ ആണ്. അപ്പോൾ നമുക്ക് ട്രെയിനിലൊക്കെ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എത്തിയിട്ടില്ല, എത്തണേ ഉള്ളൂ. 7:15, 6:50 ട്രെയിനായിരുന്നു. ദിയയും വിദ്യയും നമ്മൾ 3 പേരാണ് പോകുന്നത്. അങ്ങനെ ഫൈനലി വെയിൽ വന്നിട്ടുണ്ട് അല്ലേ? വെയിൽ വന്നില്ല. എത്ര ദിവസത്തിന് ശേഷം അവിടെ എറണാകുളത്ത് വെയിലില്ല കേട്ടോ. ഇവിടെ ഇപ്പൊ നമ്മള് കായംകുളം കഴിഞ്ഞു, നല്ല വെയിലുണ്ട്. കലയിലെത്തി. ഇനി എങ്ങോട്ടാണ് പോണേന്ന് നമ്മൾ ടാക്സി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ സ്റ്റേക്കേഷനിലേക്ക് എത്ര ദൂരമുണ്ട്? 1 കിലോമീറ്റർ. റാപ്പിഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ അല്ലേ? ചൂട്. ഹോട്ടലൊക്കെ കണ്ടുപിടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് എഴുന്നേക്കാണ്. ഇറങ്ങി ഓട്ടോയൊക്കെ പിടിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് ഇവിടെ നിന്ന് ഒരു 4.5 കിലോമീറ്റർ ഉണ്ട്. ഇന്ത്യ കഫേ അല്ല, ഹോട്ടലാണ്. ഇന്ത്യ കഫേ അടുത്ത് തന്നെ ഉണ്ട്, അവരുടെ തന്നെ കഫേയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ഇന്ത്യ കഫേ വന്നത്. ഇന്ത്യ ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ. എത്തിയിരിക്കുന്നു. എത്തി. നമുക്ക് റൂം ചെക്ക് ഇൻ 1 മണിക്കാണ്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് എന്തോ മതിയുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് രാവിലെ തന്നെ കുർക്കുറ കഴിച്ചു. നല്ല ഹെൽത്തി എനിക്കങ്ങ് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് വയറ്റിന് എന്തോ വൊമിറ്റ് ചെയ്യാൻ തോന്നുക. പിന്നെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ സെറ്റായി അങ്ങോട്ട്. നല്ല ഹോട്ടലാട്ടോ, ഞാൻ എന്തായാലും കാണിച്ചു തരാമല്ല. ഞങ്ങളൊന്ന് സെറ്റാവട്ടെ. ജസ്റ്റ് നടന്നെല്ലാം കാണാണ്. പിയ ഇഷ്ടപ്പെട്ടോ? ഇവിടെ പെറ്റ് ഫ്രണ്ട്ലി ആട്ടോ, നിറച്ച് പട്ടികളാണ്. കൊള്ളാം, നല്ല രസമുണ്ട്. നമ്മൾ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. നമുക്ക് നമ്മുടെ റൂം കാണണ്ടേ? ഇവിടെ പ്രോപ്പർട്ടി നല്ല രസമുണ്ട്. അവിടെ വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോ, നല്ല വെയിലുണ്ട്. അതല്ല, നല്ല മഴക്കാറായിരുന്നില്ലേ നമ്മള് വരുമ്പോ? പക്ഷെ നല്ല വെയില്, നല്ല ചൂട്. നോക്ക് ഉണ്ടോ? നല്ല വെയിലുണ്ട് അല്ലേ? നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. നോക്ക്, ഇവിടെ നിന്ന് അവരെ നോക്ക്. നിങ്ങളെ കാണാൻ നല്ല രസമുണ്ട്, നല്ലൊരു സ്പേസ് അല്ലേ? പക്ഷെ റോഡുകളൊക്കെ മോശം കേട്ടോ, ഫുൾ കുണ്ടും കുഴിയും വെള്ളവുമാ. മേടിക്കണതാ ചേട്ടൻ ഇങ്ങോട്ട് വന്ന്. പക്ഷെ എല്ലാ ബിൽഡിങ്ങും അടിപൊളി എസ്തെറ്റിക് ലുക്കുകൾ. പക്ഷെ റോഡ് മാത്രമാണ് മോശമുള്ളൂ. കണ്ടോ അല്ലേ? എല്ലാ ബിൽഡിങ്ങുകളും അടിപൊളി, റോഡ് മോശം. നമ്മൾ നടന്നു വന്നു, ക്ഷീണിച്ചു ഇരിക്കുകയാണ് അല്ലേ? ഞങ്ങൾ വെള്ളമൊക്കെ മേടിച്ചു, കുടിച്ചു. ഇവിടെ ഉണ്ട് നോർമൽ വാട്ടറാണ്, പിന്നെ ഉള്ളത് കഫേയാണ്. നമ്മൾ വിചാരിച്ചു പോയി 7up കുടിക്കാമെന്ന്. അങ്ങനെ 7up ഒക്കെ കുടിച്ചു വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ റൂം 1 മണിക്കാണ് ചെക്കിന്. നമ്മൾ നേരത്തെ ആയിപ്പോയി. ഇപ്പൊ സമയം ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക. റൂം സമയം 12:15 ആയിട്ടുള്ളൂ. ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 1/2 മണിക്കൂർ കൂടി മതിയോ? നമ്മുടെ റൂമിൽ പോവാണ് വിദ്യ. ഇതാണ് നമ്മുടെ റൂം. ചെറിയൊരു ബാൽക്കണി ഉണ്ട്, ഒരു വിന്റേജ് ബൈക്ക് ഉണ്ട്. നമുക്ക് റോയൽ എൻഫീൽഡ് ആണോ? പഴയ മോഡൽ. നമുക്ക് എന്തായാലും നമ്മുടെ റൂം കാണാം.
ഹലോ ഭയങ്കര ഹാപ്പിയാണല്ലേ. നോക്ക് നോക്ക് മിററ് വലിയൊരു മിററ്, ഷെൽഫ്, ഇതൊക്കെ താഴ്ത്ത് നമ്മുടെ വാഷ് ചെയ്യാനുള്ള ക്ലോത്ത്സ് ഇടാനുള്ളത്. ബെഡ്, ഇവിടെ ഒരു ചെറിയ ബെഡും കൂടെ ഉണ്ട് ഓപ്പോസിറ്റ്. ബാത്റൂം, ഇപ്പൊ ചെറിയൊരു ബെഡ് കൂടെ ഉണ്ട്. നല്ല കൂളില്ലേ. റൂമും കൂടെ നോക്കാം. നല്ല ബാത്റൂം കേട്ടോ. നമുക്ക് ഇതൊക്കെ എന്താ ഞാൻ ഇതും കൂടെ പരിചയപ്പെടുത്തരാം. ഹാൻഡ് വാഷ് ഉണ്ട്, ഷാമ്പു ഉണ്ട്, ഷവർ ജെല്ലുണ്ട്. എന്തായാലും നല്ല ഇസ്തെറ്റിക് റൂമും ബാത്റൂമും. വ്ളോഗിംഗ് ആണ്. ഒരാള് വീട്ടിൽ നിന്ന് ചെരുപ്പ് അടക്കമായിട്ടാ വന്നേ. ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റൂല. ചെരുപ്പ് കാലൊന്ന് കാണിക്കുവോ? എനിക്ക് അകത്തിടാൻ ചെരുപ്പ് വേണേ. ചെരുപ്പ് കൊണ്ടെന്ന അമ്മായി ബ്രഷ് അടക്കം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഇവിടെ ഉണ്ട്. ആ ഒരു പാക്കറ്റിന് 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ കുറെ വിശേഷമൊക്കെ പറഞ്ഞു. അതേ മേക്കപ്പ് സാധനങ്ങളൊക്കെ നിരത്തി. ഇങ്ങനെ വല്ലവരുടെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ കൗതുകമാണല്ലോ. അതുകൊണ്ട് ഇത് എന്റെ ബോക്സ് ആണ്. ഇതും കണ്ട് കുറച്ച് പേര് കൗതുകിച്ചു. പിന്നെ അതെ നമ്മൾ ഒരുങ്ങാൻ പോവാണ്. അപ്പൊ ഉണ്ടായതൊക്കെ ഒഴിവാക്കാണ്. വേറെ ഒന്നും ചെയ്തു വന്നതല്ല. ലിപ്സ്റ്റിക് ഒഴിവാക്കി, മുടിയൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തു. സ്ട്രെയിറ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമല്ല, ഇപ്പൊ തന്നെ പോകും. എന്നാലും മനസ്സുഖം. അടുത്താണ് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുക. ഓരോ തുടക്കങ്ങള്. ദിയ സ്റ്റാർട്ട് ചെയ്യണില്ലേ? അത്ര തണുപ്പൊന്നുമില്ല. പോവാണ്. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഒരു ഡ്രസ്, ബോഡിക്കോൺ പോലത്തെ ഡ്രസ്സാണ്. നമുക്ക് ഇട്ടിട്ട് കാണാം. ഇത് എൻ്റെ ഔട്ട്ഫിറ്റ്. ദിയയുടെ ഔട്ട്ഫിറ്റും വിദ്യയുടെ ഔട്ട്ഫിറ്റും കാണിക്കാം. ദിയയുടെ ഔട്ട്ഫിറ്റ് സ്കോട്ട്, വെസ്റ്റ്, ആക്സസറീസ്. ദിയയുടെ ഷോർട്ട്സും ടോപ്പും ആക്സസറീസും. ഇനി നമുക്ക് എല്ലാം ഇട്ടിട്ട് കാണാം. 3 പേരുടെയും നിരന്നിരിക്കുന്നുണ്ട്. നമ്മുടെ റൂം കാണിച്ചു തരാം. വന്നപ്പോ എങ്ങനെ ഉണ്ടായ റൂമാ. എന്താ മക്കളെ ഇതൊക്കെ? ഫൈനലി റെഡി ആയി കഴിഞ്ഞു. ഫുൾ സൈസ് കാണാൻ ഇത്രേ പറ്റുന്നുള്ളൂ. പുറത്തിറങ്ങിയിട്ട് ഞങ്ങളുടെ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരുന്നതാണ്. റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. ഇവിടെ നിന്ന് ബീച്ചിലേക്ക് കുറച്ച് മീറ്റർ നടക്കാനുണ്ട്. അപ്പൊ നമ്മളിപ്പോ ബീച്ചിലേക്കാണ് പോകുന്നത്. മഴയൊക്കെ മാറി ഒരു ചെറിയ ചൂടൊക്കെ വന്നു കേട്ടോ. ഫോട്ടോഷൂട്ടാണ്. അങ്ങനെ നമ്മള് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചകത്തേക്ക് കയറി. നല്ല മഴ പെയ്തു. അപ്പൊ ഒന്ന് മഴയൊക്കെ മാറിയിട്ട് ഇനി ഇറങ്ങാന്ന് വിചാരിച്ചു ക്ലിഫിലേക്ക്. നമ്മൾ നമ്മുടെ കഫേയിലെത്തി. മഴയാണ് ഗൈസ്, മഴ, സീൻ മഴ. പറക്കല ക്ലിഫിലും എത്തി. അയ്യോ ക്ലിഫ്. ദിയ എങ്ങനെയുണ്ട് ബീച്ച്? ഒന്നും പറയാനില്ല. ഇതിന്റെ താഴെ ഇറങ്ങാൻ പറ്റും, പക്ഷെ ഇത് ക്ലോസ്ഡ് ആണ്. മഴ കാരണം ക്ലോസ്ഡ് ആണ്. നമ്മളിങ്ങനെ നടക്കാണ് ആ വഴി. വിദ്യ സെറ്റല്ലേ? കഫേ ഐറയിലെത്തി. വിദ്യ അപ്പുറത്ത് ബീച്ച് വ്യൂ ആണ്, ക്ലോസ്ഡ് ആണ്. ചിക്കൻ സോസേജ് ആൻഡ് പെന്നെ പാസ്ത, പിന്നെ ബർഗർ ഐവയും പറയുന്നുണ്ട്. ഒരു ഫ്രൈഡ് ചിക്കൻ ആൻഡ് വോഫിളും കൂടെ പറയാം. ബീഫ് ബർഗർ, സ്മാഷ്ഡ് ബീഫ്.
പാസ്ത വിത്ത് ചിക്കൻ സോസേജ്, പിന്നെ അതിൻ്റെ കൂടെ സൈഡിൽ ബ്രെഡ് ഉണ്ട്. ചോക്ലേറ്റ് ഇതെല്ലാം ആവുമല്ലോ. അല്ലെ പോണു. ഇത് ഫ്രൈഡ് ചിക്കൻ വിത്ത് വാഫിൾസ്, പിന്നെ അതിനകത്തെന്തോ സോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ഉണ്ട്, ഇതും ടേസ്റ്റ് ഉണ്ട്. ബർഗർ അടിപൊളി, ഇതും കൊള്ളാം. കഴിക്കാത്തത് ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ. ക്ഷീണിച്ചോ? ഫൈനലി എല്ലാം ഫിനിഷ് ചെയ്തു. വയറങ്ങ് ഫില്ലായിട്ടോ. വിദ്യയൊക്കെ ക്ഷീണിച്ചു, ലിപ്സ്റ്റിക്കൊക്കെ തിന്നു. ഫുഡൊക്കെ കഴിച്ചിറങ്ങി നടക്കാണ്, പോവാണ്. ഭയങ്കര ശക്തിയാ തിരമാലയ്ക്ക്, കര ഒട്ടുമില്ല അല്ലേ? കര പൂർണ്ണായിട്ടെടുത്തു. സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറെ കടകൾ കണ്ടപ്പോൾ കയറിയതാണ്. അകത്തേക്കുണ്ട്. Weekend, but I have no sale from mornings. And color is no change. It's German silver. You know, no? German silver. Yeah. I have butterfly. See, this is design. Dolphin. നൈറ്റ് വൈബാ. ആരും പാട് ദിയ പാട്ട്, എനിക്ക് കാണണം. എന്ത് രസാ വിദ്യ പാട്ട് പാടാനൊക്കെ. ആ പാട്ട് നല്ല പാട്ടാണ്. സ്നേഹത്തിൻ ഇവിടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. നമ്മളെ വീടാക്കിയപ്പോ നമ്മൾ റൂമിലേക്ക് എത്തി. ഞങ്ങളുടെ ചെരുപ്പൊക്കെ കണ്ടോ കഴുകി വെച്ചേക്കണത്. ചൂടുവെള്ളത്തിൽ കഴുകി വെച്ചതാ. ചെളിവെള്ളമാണ്, റോഡ് കൊള്ളൂല. വെള്ളപ്പൊക്കമായിരുന്നു. ഇവിടെ ഒരാള് തലമുടിയൊക്കെ കെട്ടി മണ്ണൊക്കെ കെട്ടി വെച്ചേക്കാണ്. അത് കണ്ടിട്ട് എനിക്ക് ചിരി വരണു. അല്ലേ വിദ്യ? അല്ലേ ഓപ്പോളെ? വിദ്യ തൃശ്ശൂരുകാരിയാണ്. അപ്പൊ നമ്മള് പണ്ട് കളിയാക്കുമായിരുന്നു. അല്ല, തൃശ്ശൂരുകാരിയാണ്. വിദ്യയുടെ അനിയത്തി വിദ്യനെ വിളിക്കണത് ഓപ്പോളെ. വിദ്യോപ്പളെ. അപ്പൊ നമ്മൾ കുളിച്ച് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓർക്കുക. അതെ. അപ്പൊ നമ്മള് കുളിക്കട്ടെ. മഴയൊക്കെ നനഞ്ഞല്ലേ, ചൂടുവെള്ളത്തിൽ കുളിക്കട്ടെ. എന്നിട്ട് നമുക്ക് എന്താ പരിപാടി? സിനിമ മൂവി കാണാൻ പോവാ. ഏത് പടം കാണുന്നു? ഏതെങ്കിലും കാണാം. മലയാളം കാണാം. നോട്ട്ബുക്ക്, ചോക്ലേറ്റ്, മിന്നാമിന്നിക്കൂട്ട. അത് കൊള്ളാം. ചതിക്കാത്ത ചന്ത്. ഞാൻ പക്ഷെ കണ്ടിട്ട് കാണാൻ പാടാം. നമ്മൾ കുളിച്ചു, ഇവിടെ ഇങ്ങനെ കിടന്നു. ഇനി നമ്മുടെ പരിപാടി സിനിമ കാണാന്നുള്ളതാണ്. മൂവി നൈറ്റ്. ഞങ്ങൾ അങ്ങോട്ട് മൂവി നൈറ്റ് ആക്കി. നമുക്ക് ഇരുന്നുണ്ടല്ലോ സ്നാക്സ് ഒക്കെ. ഞങ്ങൾ കൊറേ നേരെ സിനിമ തപ്പണ. സാധിക്കാത്ത ഒന്നും മിന്നാമിന്നിക്കൂട്ടം. ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ ഇന്ന് ഡേ 2 ആണ്. ഞങ്ങൾ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും ആയില്ല. അതുകൊണ്ട് അവിടെ ഓരോരുത്തർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എങ്ങനെയുണ്ടായ റൂമാ? ഇന്നിപ്പോൾ അലങ്കോലമാണ്. ഇന്നലെ തുടങ്ങിയ അലങ്കോലമാണ്, ഇന്ന് അതുക്കും മേലെയായി. അപ്പോൾ നമ്മൾ രാവിലെ ക്ലിഫിൽ പോയിട്ടാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ? നമ്മൾ പ്ലാൻ തീരുമാനിച്ചിട്ടില്ല. നമുക്കിവിടെ നിന്ന് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അത് കഴിച്ചിട്ടാണോ ഇറങ്ങണേ അതോ അതിന് മുന്നേ ആണോ ഇറങ്ങണേന്ന് അറിയില്ല, തീരുമാനിച്ചിട്ടില്ല.
അപ്പോൾ നമുക്ക് റെഡിയായി കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നമ്മുടെ ഹോട്ടലിന്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഹോട്ടൽ വരുന്നത് തിരുവനന്തപുരം വർക്കലയിലെ ഇന്ത്യ കഫേയിലാണ്. നമ്മൾ കഫേ നോക്കിയതാണ്, അങ്ങനെയാണ് ഇവിടുത്തെ റൂം കൊള്ളാമെന്ന് കണ്ടത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ റൂം തന്നെ എടുത്തു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് തന്നെയാണ്. ഇത് ഭയങ്കര ഫേമസ് ആണ് എന്നാണ് കേട്ടേക്കണത്, എല്ലാ വീഡിയോസിലൊക്കെ കണ്ടത്. കുറേ റിവ്യൂ ഒക്കെ കേട്ടിട്ടുണ്ട്. നമുക്കറിയില്ല, നമുക്ക് കഴിച്ചു നോക്കാം എന്തായാലും ഇന്ന്. നമ്മൾ വിചാരിച്ചത് 7 മണിക്ക് എഴുന്നേറ്റിട്ട് ക്ലിഫിൽ പോകണം എന്നൊക്കെയാണ്, പക്ഷെ നടന്നില്ല. ഒരുങ്ങിക്കോ. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് 7:45. പിന്നെ ഒരുങ്ങി തൂങ്ങി വന്നപ്പോൾ സമയം ഇപ്പം എത്ര മണി? 8:30 ആയിട്ടുണ്ട്. 8:30 കഴിഞ്ഞു. എന്തായാലും നമുക്ക് അടുത്ത പ്ലാൻ എന്താ നോക്കാം. കണ്ടാ ഇത്ര ഒരുങ്ങണേ ഉള്ളൂ. ഞാനാണ് ഏറ്റവും ലാസ്റ്റ് പോയി കുളിച്ചു വന്നത്. ആദ്യം ഒരുങ്ങാൻ തുടങ്ങിയ വിദ്യ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇത് അടുത്തമ്മായി. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കുകയാണ്. ഡ്രസ്സ് ഇട്ടാൽ പിന്നെ ഫോട്ടോ എടുക്കണമല്ലോ. ഡ്രസ്സൊക്കെ മാറി. ഇവർ പറഞ്ഞു ആ ഡ്രസ്സിന് രസമില്ല ഫോട്ടോ എടുത്തിട്ട്. ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. ഡ്രിങ്ക്സ് ആയിട്ട് എന്താ പറയുക? നമ്മൾ ടൊമാറ്റോ ചീസ് സ്പൈസ് വിത്ത് ചിക്കൻ ആൻഡ് എഗ്ഗ് പറഞ്ഞു. ബനാന പാൻ കേക്ക്, വെറി ബ്ലാസ്റ്റ് സ്മൂത്തി ബൗള്, പിന്നെന്തായിരുന്നു? ചിക്കൻ ബെനഡിക്റ്റ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ഡ്രിങ്ക്സ്. ദിയ ഇവരെ കാണാൻ നല്ല രസമല്ലേ? ക്യൂട്ട്, നല്ല രസം സംസാരം. ഇത് നമ്മുടെ മസാല ടീ, ഐസ് ലാറ്റെ, കോഫി ഫ്രപ്പി, ഡ്രിങ്ക്സ്. ഇതാണ് നമ്മുടെ ചിക്കൻ ബെനഡിക്റ്റ്. ഇതാണ് ടർക്കിഷ് കോഫി. ഡ്രിങ്ക്സ് നമുക്ക് അൺലിമിറ്റഡ് ആട്ടോ. നമ്മുടെ അടുത്ത ഡിഷ് എത്തി. ടൊമാറ്റോ ചിക്കൻ ഫിതെ. എന്തൊക്കെയോ നമ്മൾ ഓർഡർ ചെയ്തു, പക്ഷെ സാധനം വന്നപ്പോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എത്തി, പക്ഷെ സ്ഥലമല്ല. ഇത് പാൻ കേക്ക്, ന്യൂട്ടല്ല പാൻ കേക്ക്. ബെറി ബ്ലാസ്റ്റ് സ്മൂത്തി ബോൾ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ തിന്നൽ അറ്റാക്ക് തുടങ്ങിയിരിക്കുന്നു. തിന്നാൻ വന്ന മാതിരി ആയിട്ടുണ്ട് അല്ലേ? നമ്മൾ ഏറ്റവും വന്ന് എക്സ്പ്ലോർ ചെയ്തത് കഴിക്കാനല്ലേ? ഇവിടെ ആക്ച്വലി ഇത് ഭയങ്കര ഫേമസ് കഫേയാ. ഇത് ഭയങ്കര ഫേമസ് കഫേ. ഇവിടുത്തെ ന്യൂട്ടല്ല പാൻ കേക്ക്സ് അടിപൊളിയാ. ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ ബെനഡിക്റ്റ് അത് നല്ലതാ. ബെറി ബോൾ നല്ലതാ. എല്ലാം നല്ലതാ ആക്ച്വലി. ഇത് മാത്രം നമ്മൾ ട്രൈ ചെയ്തില്ല, അത് കഴിക്കാം. നമ്മൾ 10:30 വന്നതാ. ഇപ്പം എത്ര മണി? 12:20 അത്രയും നേരം എടുത്ത്. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇത് നമ്മൾ റീഫിൽ ചെയ്തതാ കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. കഴിയുന്നില്ല. ദിയ ആണെങ്കിൽ ഇത് തിന്നിട്ടേ വിടുള്ളൂ. ദിയ അങ്ങനെയാ, എല്ലാം കംപ്ലീറ്റ് ചെയ്യിപ്പിക്കും. നമ്മൾ കുറേ നേരം ഫോറിനേഴ്സായിട്ട് സംസാരിച്ചു, എൻജോയ് ഒക്കെ ചെയ്തു. പാട്ടൊക്കെ വെച്ച് കുറേ നേരം എൻജോയ് ഒക്കെ ചെയ്തു. അവർക്ക് നമ്മൾ ഫോർട്ട് കൊച്ചി പരിചയപ്പെടുത്തി കൊടുത്തു. അവർ ഇതുവരെ ഫോർട്ട് കൊച്ചി വന്നിട്ടില്ല. അങ്ങനെ ഫോർട്ട് കൊച്ചിനെ പറ്റി കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഞാൻ ചെറുതായിട്ടൊന്ന് ഡൗൺ ആയിട്ട് ഇരിക്കണത് എനിക്കങ്ങ് വയറുവേദന എടുത്തിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ രാവിലെ കുറച്ച് നേരം എൻ്റെ കിളി പോയ അവസ്ഥയായിരുന്നു. നമ്മൾ രാവിലെ റെഡിയായി ക്ലിഫിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ക്ലിഫിൽ പോണ പ്ലാന് പിന്നെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു കേട്ടോ. നമ്മുടെ തീയെ ഫുഡൊന്നും വേസ്റ്റ് ചെയ്യില്ല. അവൾക്ക് വിശപ്പ് മാറിയാലും അവൾ എങ്ങനെയും കഴിച്ചു തീർക്കും. ഇപ്പം ഇതൊക്കെ ഞങ്ങൾക്ക് മടുത്തു. ഇതാ അവിടെ ഇരുന്ന് അങ്ങോട്ട് കഴിക്കുക. ദിയ ആ സ്വഭാവം എങ്ങനെയാ വന്നത്? ഞാനൊക്കെ ആണെങ്കിൽ എഴുന്നേറ്റ് പോകും, എനിക്ക് മതിയെന്നും പറഞ്ഞിട്ട്.
അങ്ങനെ ഫുഡ് വേസ്റ്റ് ചെയ്യരുതെന്നുകൊണ്ട് പപ്പ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ കളയുമ്പോൾ ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ടാണ്. നോക്ക് ഇതിപ്പോ വയറ് നിറഞ്ഞു ആക്ച്വലി കഴിച്ച് തീർക്കണം വെച്ചിട്ട് ഞാൻ ഡ്രീംസും എല്ലാം തീർത്തു. ഇങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇനി ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? വി ഗോയിങ് ടു സൗത്ത് ക്ലിഫ്. സൗത്ത് ലെഫ്റ്റാ സൗത്ത് ക്ലിഫ്. സൗത്ത് ക്ലിഫ്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ അടുത്ത ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവാണ് അല്ലേ? ഇടോ ബ്രേക്ക്ഫാസ്റ്റ് വാസ് നൈസ്. ഭയങ്കര ടേസ്റ്റുള്ള ഫുഡായിരുന്നു. നമ്മളൊരു 4 ഐറ്റംസ് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പാക്കൊക്കെ ചെയ്ത് ബാക്ക് ടു എറണാകുളം. നമ്മൾ കുറേ പ്ലേസസ് ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ പ്ലേസസ് കാണാനല്ല വന്നത്. ആക്ച്വലി നമ്മളൊരു സ്റ്റേക്കേഷനാണ് പ്ലാൻ ചെയ്തത്. പിന്നെ ഓൾറെഡി വർക്കല വന്നിട്ടുണ്ട് ഞാൻ, സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ കുറേ നാൾ 1.5 ഇയർ തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ അങ്ങനെ കോവളം, വർക്കല, ശംഖുമുഖം അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ സ്റ്റേക്കേഷനാണ് മെയിൻ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ നല്ല കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ്. ഇന്നിവിടെ നല്ല വെയിലാട്ടോ, ചുട്ടുപൊള്ളണ വെയിലാണ്. ഈ സമയത്ത് ബീച്ചിലൊന്നും പോകാനായിട്ട് നമ്മളെ കൊള്ളൂല അല്ലേ? ഇപ്പൊ തന്നെ നോക്ക്, മുഖമൊക്കെ ഇരുണ്ട് കുത്തി. പറയുമ്പോ ഇന്നലെ നമ്മൾ കുറച്ചു നേരമല്ലേ വെയിൽ കൊണ്ടുള്ളൂ. ഇന്നും ചൂടുണ്ട്. ചൂടുണ്ട്. ബ്ലാക്ക് കൂടി ഇട്ടിട്ട് ഞാനാണ് ഈ ഇട്ട ഡ്രസ്സും. നമ്മൾ ഓട്ടോ വന്നിട്ടിട്ട് കയറട്ടെ. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയായിരുന്നു കേട്ടോ ഓട്ടോയ്ക്ക് വന്നിറങ്ങിയിട്ട്. അപ്പം നമ്മളിങ്ങനെ 1 മണിക്കൂറുള്ളതുകൊണ്ട് നടന്നിങ്ങനെ കടകളൊക്കെ കയറി ഇറങ്ങി നോക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ അവിടെ വന്ന് ഇറങ്ങി. അപ്പോൾ വീട്ടിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. വർക്കലൊക്കെ ബൈ പറയാണ്. നമ്മൾ പോവാണ്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വരും. ബൈ പറയൂ ഗൈസ്. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ കയറി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. നമുക്ക് സീറ്റ് കിട്ടിയെന്തോ ഭാഗ്യത്തിന്. കുറേ നേരമായിട്ട് തൃപ്പൂണിത്തുറ ഇറങ്ങി. പക്ഷേ ഒരു അരമണിക്കൂർ ആവാറായി. ഒരു ഓട്ടോക്കാരും നിർത്തുന്നില്ല, യൂബർ കിട്ടുന്നില്ല. എന്തോ ഒരവസ്ഥ. ഓട്ടോ ഉണ്ട്, പക്ഷെ അവർ ദൂരത്തേക്ക് മാത്രമേ പോവുള്ളൂ. എന്താ പറയുക. ഇനി ഞങ്ങൾ ചോദിക്കാൻ പോണ ക്വസ്റ്റ്യൻ പറയാൻ പോണത്, കുറച്ച് ലോങ് ആണ് ചേട്ടാ പോവെന്ന് ചോദിക്കും. പോവെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിയാക്കാൻ നിൽക്കുക. ഞങ്ങൾ ഇത്ര നേരെ നിൽക്കണേ, ഓരോ ഓട്ടോയും വണ്ടിയും നിർത്തണില്ല. അതെ, അടുത്ത ഓട്ടോ ഒരു ഓട്ടോ ചേട്ടനെ കിട്ടി. ഓട്ടോ ചേട്ടൻ വന്നു. അത് ഇവിടെയുള്ള ചേട്ടനല്ല, വേറെ അവിടെ ഉള്ള ചേട്ടൻ. എന്താ സിസി വീട്ടിലൊന്ന് എത്തി. ചോറും മീൻകറിയും കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറെ ഒന്നുമില്ല. അതിതാണ് 2 ദിവസമല്ലേ പറയുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റേക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. ഇന്നലെ എത്തിയപ്പോൾ നല്ല ക്ഷീണമായിരുന്നു. അതുകൊണ്ട് തന്നെ വൈൻഡപ്പ് ചെയ്യാൻ നിന്നില്ല. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡ് കണ്ടപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ചോറും മീൻകറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കഴിച്ച് കുളിച്ച് കിടന്നുറങ്ങി. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.